കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് കണ്ടപ്പോൾ ചിരിക്കണോ കരയണോ എന്ന് തോന്നിപ്പോയി. ഒടുവിൽ പൊട്ടിച്ചിരിയാണ് വന്നത്. ആ പോസ്റ്റ് എന്താണെന്ന് അറിയണ്ടേ? ഇതാ കണ്ടോളൂ. നിങ്ങൾക്ക് എന്ത് തോന്നി? ആൻ്റണിയെ തേങ്ങയിടാൻ വിളിക്കൂ, ഒരു മൊബൈൽ നമ്പറും കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിലെ കുറിപ്പാണ് രസം. ഇന്ന് സൺഡേ അല്ലേ, വിളിച്ചേക്കാമെന്ന്. ആൻ്റണി ഇത്രയും താഴെ പോയോ? തമാശയ്ക്കാണെങ്കിലും ഇത് പങ്കുവച്ച സുഹൃത്തിനെ സമ്മതിക്കണം. ആ പോസ്റ്റിൽ ഒരുപാട് ചിന്തിക്കാനുണ്ട്, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കൂടി അടുത്ത സമയത്ത്. ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികളുടെ വോട്ടും വാങ്ങി ഡൽഹിയിൽ പോയിട്ട് എന്ത് മണ്ഡലത്തിന് വേണ്ടി ചെയ്തുവെന്നാണ് ഈ പോസ്റ്റിൽ കൃത്യമായി വിളിച്ചു പറയുന്നത്. ഒടുവിൽ ആൻ്റണിയെ കൊണ്ട് തേങ്ങയിടാനേ കൊള്ളാവൂന്ന് എന്ന് പറഞ്ഞു വെക്കുകയല്ലേ. ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല, ഒരു ജനപ്രതിനിധി എന്തൊക്കെ ചെയ്തുവെന്ന് വിരൽത്തുമ്പിൽ അറിയാൻ സാധിക്കുന്ന കാലഘട്ടമാണ്. ഏതൊരു കൊച്ചു കുട്ടികൾക്ക് വരെ അറിയാം. അതുകൊണ്ട് അവരുടെ ഉടായ്പകളൊന്നും മണ്ഡലത്തിലുള്ളവരോട് ചിലവാകില്ല. പണ്ടത്തെ പോലെ മൈക്കിന് മുന്നിൽ നിന്ന് തള്ളാനും ഗുണ്ടടിക്കാനുമൊന്നും ആർക്കും പറ്റില്ല. ലോക്സഭയിൽ തണുത്ത ഹാളിലിരുന്ന് ഉറങ്ങുന്നത് വരെ ലൈവായി കാണുന്ന കാലമാണിത്. ആൻ്റണി 3 പ്രാവശ്യം പത്തനംതിട്ടയിൽ നിന്നും ലോക്സഭയിൽ പോയി. അതായത് 2009 പത്തനംതിട്ടയിൽ നിന്ന് ആദ്യമായി ലോക്സഭയിലെത്തിയത്. പിന്നീട് നടന്ന 2014, 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും പത്തനംതിട്ടയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടു. വിദ്യാർത്ഥി യുവജന സംഘടനകളിൽ സജീവമായ പ്രവർത്തനം നടത്തിയ ആൻ്റണി കോൺഗ്രസിൻ്റെ വിദ്യാർത്ഥി സംഘടനയായ KSUവിൻ്റെ യൂണിറ്റ് പ്രസിഡന്റ് മുതൽ തുടങ്ങിയ രാഷ്ട്രീയ പ്രവർത്തനമാണ്. ബാലജന സഖ്യത്തിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റായിരുന്നു. പിന്നീട് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും ദേശീയ നിർവാഹക സമിതി അംഗവുമായിരുന്നു. കോട്ടയം DCC പ്രസിഡന്റും KPCC ജനറൽ സെക്രട്ടറിയുമായിരുന്നു. നിലവിൽ UDF കോട്ടയം ജില്ലാ കൺവീനറാണ്. 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയത്ത് നിന്ന് മത്സരിച്ചെങ്കിലും CPMലെ K സുരേഷ് കുറുപ്പിനോട് പരാജയപ്പെട്ടു. 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM ജില്ലാ സെക്രട്ടറി ആയിരുന്ന K അനന്തഗോപനെ പരാജയപ്പെടുത്തിയാണ് പത്തനംതിട്ടയിൽ നിന്ന് ആദ്യമായി ലോക്സഭയിലെത്തിയത്. 2014 ഇടത് സ്വതന്ത്രനായ ഫിലിപ്പോസ് തോമസിനെയും 2019 വീണ ജോർജിനെയും പരാജയപ്പെടുത്തി ലോക്സഭയിലെത്തി. ഇപ്പോൾ 4ാം തവണയും ലോക്സഭയിൽ പോകാനാണ് മത്സരിക്കുന്നത്. 2009 മുതൽ 2024 വരെ തുടർച്ചയായി 15 കൊല്ലം പത്തനംതിട്ടക്കാരുടെ വോട്ടിൻ്റെ ബലത്തിൽ ലോക്സഭയിലിരുന്ന് സുഖിച്ച ആൻ്റണി ഈ മണ്ഡലത്തിൽ എടുത്തു പറയത്തക്ക എന്ത് വികസനമാണ് നടത്തിയതെന്ന് എണ്ണി പറഞ്ഞേ പറ്റൂ. പറയണം, പറഞ്ഞെങ്കിലേ ഇത്തവണ പോകാൻ പറ്റൂ. ഇല്ലെങ്കിൽ പോസ്റ്ററിൽ പറഞ്ഞിരിക്കുന്നത് പോലെ, പോസ്റ്ററിൽ കണ്ടതുപോലെ തേങ്ങയിടണം. അതെങ്ങനെ ആ കോട്ടയം മീനച്ചൽ മൂന്നിലാവിൽ നിന്നും വേണ്ടേ പത്തനംതിട്ടയിൽ തേങ്ങയിടാൻ എത്താൻ? ഇന്ന് വിളിച്ചാൽ നാളെയെങ്കിലും എത്താം. ഞായറാഴ്ച വിളിച്ചാൽ തിങ്കളാഴ്ചയേ വരുള്ളൂ. അത് നോക്കി വിളിക്കാൻ ശ്രമിക്കണേ.